നമസ്കാരം, ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു മികച്ച ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള സർക്കാരിന് കീഴിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ KS ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ കേരള PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് ഏപ്രിൽ 9 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. കൂടുതൽ ഉദ്യോഗാർത്ഥികൾ വളരെയധികം താല്പര്യത്തോടെ കാത്തിരിക്കുന്ന മികച്ച ഒരു ജോലി അവസരമാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വകുപ്പിന്റെ പേര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ്. പോസ്റ്റ് KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആയിട്ടാണ്. അത് 3 സ്ട്രീമായിട്ടാണ്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നിങ്ങനെയുണ്ട്. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് 77,200 മുതൽ 1,40,500 എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്ട്രീമിൽ 11 വേക്കൻസികൾ, രണ്ടാമത്തെ സ്ട്രീമിലും മൂന്നാമത്തെ സ്ട്രീമിലും 10 വേക്കൻസികൾ വീതമുള്ളത്. അതായത് ഒന്നാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിയമനമാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 1/2025 ആണ്. രണ്ടാമത്തെ സ്കീം എന്നുള്ളത് 10 വേക്കൻസികളാണ്. ആ സ്ട്രീമില് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 2/2025 ആണ്. ഇപ്പോൾ കേരള സർക്കാരിലെ പ്രൊബേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്നാൽ അവർ ഗസ്റ്റഡ് റാങ്കിലുള്ളവരാകാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കാണ് സ്ട്രീം 2. സ്ട്രീം 3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പറയുന്നതിൽ കേരള സർക്കാരിന് കീഴിലെ ഗസ്റ്റഡ് റാങ്കിലോ അതിന് മുകളിലോ ഇപ്പൊ ഉദ്യോഗം വഹിക്കുന്നവർക്കുള്ള പോസ്റ്റുകളാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 3/2025 എന്നുള്ളതാണ്. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ സ്ട്രീമിൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 21 മുതൽ 32 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ സ്ട്രീം 2 ഇപ്പോൾ ഗസറ്റഡ് റാങ്കിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന കേരള ഗവൺമെന്റ് ജീവനക്കാർക്ക് 21 മുതൽ 40 വയസ്സ് വരെയും, സ്ട്രീം 3ലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്ന 50 വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ സ്ട്രീം ഏജ് റിലാക്സേഷൻ ഇവിടെയും ബാധകമാണ്. കേരള ഗവൺമെന്റ് നൽകുന്ന SC/ST-കാരാണെങ്കിൽ 5 വർഷവും, അതുപോലെ OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. യോഗ്യത പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമാണ് വേണ്ട യോഗ്യത. അതാണ് ഇതിനെക്കൊണ്ട് അടിസ്ഥാന യോഗ്യത എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അംഗീകൃത സർവകലാ യൂണിവേഴ്സിറ്റി എന്നുള്ള ഡിഗ്രി ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കണം പ്രത്യേകം. അത് സ്ട്രീം 2 സ്ട്രീം 2 അതിലുള്ള ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സർക്കാർ സർവീസിലുള്ളവർ അസിസ്റ്റൻസ് അതിൽ കുറയാതെ റാങ്കിലുള്ള അതിൽ മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഒരു ഫോർമാറ്റ് കൊടുക്കുന്ന ആ ഫോർമാറ്റ് തയ്യാറാക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ അപേക്ഷ സമർപ്പിക്കുകയാലും നിങ്ങൾ www.kerala.psc.gov.in എന്ന സൈറ്റിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പ്രൊഫൈൽ ഉണ്ടാക്കണം. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ നൗ കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും ഒക്കെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം. kerala.psc.gov.in എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷന്റെ പാറ്റേണും സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 സ്ട്രീമായിട്ടാണ് എക്സാം നടക്കുക. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഡീറ്റെയിൽഡ് മെയിൻ എക്സാമിനേഷന്റെയും പ്രിലിമിനറി എക്സാമിനേഷന്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിനെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവര് കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 വർഷത്തിന് ആദ്യ 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. പ്രൊബേഷൻ പരിശീലന കാലയളവ് ഉൾപ്പെടെയാണ് മനസ്സിലാക്കുക. ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 18 മാസം അല്ലെങ്കിൽ സർക്കാർ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാലയളവിലുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾ മലയാളം ഭാഷ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മലയാളമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷ ഉണ്ടാകും. താല്പര്യമുള്ളവരൊക്കെ www.kerala.psc.gov.in സൈറ്റ് വഴി 2025 ഏപ്രിൽ 9 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുന്നു. അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.